എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് നോക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഞാൻ കൂടുതലും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. കൂടുതലും എന്ന് പറയാൻ മോസ്റ്റ്ലി എന്നാണ് പറയുന്നത്. യാത്ര ചെയ്യുക എന്ന് പറയാൻ ട്രാവൽ. അപ്പോൾ ഐ മോസ്റ്റ്ലി ട്രാവൽ ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ട്രെയിനിലാണ് യാത്ര ചെയ്യാറ് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ്. ഐ മോസ്റ്റ്ലി ട്രാവൽ ബൈ ട്രെയിൻ. ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ എന്നുള്ള മീനിങ് ആണ്. ഐ മോസ്റ്റ്ലി ട്രാവൽ ബൈ ട്രെയിൻ. ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്: ഞാൻ എൻ്റെ ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയണം. പൂർത്തിയാക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്നാണ്. അപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് കംപ്ലീറ്റിൻ്റെ V3 ഫോം, അത് കംപ്ലീറ്റഡ് ആണ്. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ബിരുദം എന്ന് പറയാനാണ് ഗ്രാജുവേഷൻ. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മീനിങ്. അടുത്തത്: നീ എന്നെ കബളിപ്പിക്കുകയാണോ? കബളിപ്പിക്കുക എന്ന് പറയാൻ ഫൂളാക്കുക എന്നാണ് പറയുന്നത്. സോ ആർ യു ഫൂളിങ് മീ എന്ന് ചോദിച്ചാൽ നീ എന്നെ കബളിപ്പിക്കുകയാണോ എന്നാണ് മീനിങ്. ആർ യു ഫൂളിങ് മീ? ഇനി അടുത്തത്: നീ തറ തൂത്ത് തുടയ്ക്കാമോ എന്ന് ചോദിക്കണം. അപ്പം ഇത് ചെയ്യാമോ എന്നല്ലേ, അപ്പം ഭാവിയിലെ കാര്യമാണ്. വിൽ യു എന്ന് വരും. തറ തൂക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? സ്വീപ് ദ ഫ്ലോർ. തറ തുടയ്ക്കുക എന്ന് പറയാൻ മോപ്പ് ദ ഫ്ലോർ എന്നാണ് പറയുന്നത്. അപ്പോൾ നീ തറ തൂത്ത് തുടയ്ക്കുമോ എന്ന് ചോദിക്കാൻ വിൽ യു സ്വീപ്പ് ആൻഡ് മോപ്പ് ദ ഫ്ലോർ. ഇനി അടുത്തത്: നിങ്ങൾ ആലോചിച്ച് സംസാരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ? അതായത് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് പറയുക. അതെങ്ങനെ പറയും? തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ്. ബിഫോർ യു സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിൻ്റെ മുമ്പ്. സോ ആലോചിച്ച് സംസാരിക്കുക എന്ന് പറയാനാണ് തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഇത് ഒരു തമാശയല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? തമാശ എന്ന് പറയാൻ ജോക്ക് എന്ന് പറയാം. സോ ദിസ് ഈസ് നോട്ട് എ ജോക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു തമാശയല്ല എന്നാണ്. ദിസ് ഈസ് നോട്ട് എ ജോക്ക്. ഇനി അടുത്തത്: കാര്യത്തിലേക്ക് വരൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗെറ്റ് ടു ദ പോയിന്റ്. ഗെറ്റ് ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാര്യത്തിലേക്ക് വരൂ എന്നാണ്. ഗെറ്റ് ടു ദ പോയിന്റ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്ന് ചോദിക്കാം. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്. ഗെറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം മനസ്സിലാകുക എന്നുള്ള മീനിങ് ആണ്. സോ ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്നുള്ള മീനിങ് ആണ്. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്. ഇനി എനിക്കെൻ്റെ ട്രെയിൻ മിസ്സായി, അതായത് നഷ്ടപ്പെട്ടു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ മിസ്ഡ് മൈ ട്രെയിൻ. ഐ മിസ്ഡ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ട്രെയിൻ നഷ്ടമായി എന്നാണ് മീനിങ്. ഇനി വേഗം നാക്കൂ അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ട്രെയിൻ നഷ്ടമാകും എന്ന് പറയണമെങ്കിലോ? ഹറി അപ്പ് അതർവൈസ് യു വിൽ മിസ് യുവർ ട്രെയിൻ. ഹറി അപ്പ് അതർവൈസ് യു വിൽ മിസ് യുവർ ട്രെയിൻ. ഹറിയപ്പ് എന്ന് പറഞ്ഞാൽ വേഗത്തിലാക്കുക എന്നുള്ള മീനിങ് ആണ്. അതർവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. സോ യു വിൽ മിസ് യുവർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ ട്രെയിൻ നഷ്ടമാകും എന്നാണ്. സോ ഹറി അപ്പ് അതർവൈസ് യു വിൽ മിസ് യുവർ ട്രെയിൻ. ഇനി നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കും? വേർ ഡു യു വർക്ക്. വേർ ഡു യു വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സോ എവിടെയാണ് നീ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കാനാണ് വേർ ഡു യു വർക്ക്. ഇനി എനിക്ക് ഓഫീസിലെത്താൻ 2 മണിക്കൂർ എടുക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് ടേക്സ് മീ 2 hours to reach office. It takes me 2 hours to reach office. It takes me 2 hours എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മണിക്കൂർ എടുക്കും എന്നാണ്. ടു റീച്ച് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ എത്തിച്ചേരാൻ. സോ എനിക്ക് ഓഫീസിൽ എത്തിച്ചേരാൻ 2 മണിക്കൂർ എടുക്കും എന്ന് പറയാനാണ് ഇറ്റ് ടേക്സ് മീ 2 hours to reach office. ഇനി അടുത്തത്: നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുക എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഇനി അടുത്തത്: എനിക്കൊന്നും അറിയണ്ട അല്ലെങ്കിൽ എനിക്കൊന്നും അറിയാൻ ആഗ്രഹമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്. ഐ ഡോണ്ട് വോണ്ട് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല എന്നുള്ള മീനിങ് ആണ്. നോ എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയുക. സോ എനിക്കൊന്നും അറിയാൻ ആഗ്രഹമില്ല അല്ലെങ്കിൽ എനിക്കൊന്നും അറിയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഡോണ്ട് വോണ്ട് ടു നോ എനിത്തിങ്.
ഇനി അടുത്തത് അടുത്ത തവണ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുക എന്ന് പറയാൻ ഹോപ്പ് എന്ന് പറയാം. സോ ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം. സീ യു നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ കാണാമെന്നാണ്. സോ അടുത്ത തവണ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാനാണ് ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം. പിന്നെ എൻ്റെ കാറിലെ പെട്രോള് തീർന്നു പോയി എന്ന് പറയണം. അതെങ്ങനെ പറയും? മൈ കാർ റാൻ ഔട്ട് ഓഫ് പെട്രോൾ. മൈ കാർ റാൻ ഔട്ട് ഓഫ് പെട്രോൾ. നമ്മൾ പെട്രോൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അല്ലേ, പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ പെട്രോൾ എന്നാണ്. സോ മൈ കാർ റാൻ ഔട്ട് ഓഫ് പെട്രോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കാറിൻ്റെ പെട്രോൾ തീർന്നു പോയി എന്നുള്ള മീനിങ് ആണ്. സോ എന്തെങ്കിലും തീർന്നു പോയി എന്ന് പറയാനാണ് നമ്മൾ റാൻ ഔട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാറ്ററി തീർന്നു പോയി അല്ലെങ്കിൽ പെട്രോൾ തീർന്നു പോയി എന്നൊക്കെ പറയാൻ റാൻ ഔട്ട് എന്ന് പറയാം. സോ മൈ കാർ റാൻ ഔട്ട് ഓഫ് പെട്രോൾ. ഇനി അടുത്തത്, നിങ്ങൾ പകൽ സമയത്ത് ഉറങ്ങാറുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈ ഉച്ചയ്ക്ക് നമ്മൾ ഉറങ്ങുന്നതിന് അല്ലെങ്കിൽ ചെറുതായിട്ട് ഉറങ്ങുന്നതിന് നമ്മൾ നാപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഡു യു ടേക്ക് നാപ്സ് എന്ന് പറഞ്ഞാൽ നീ ചെറുതായിട്ട് ഉറങ്ങാറുണ്ടോ എന്നുള്ള മീനിങ് ആണ്. അപ്പം പകൽ സമയത്ത് എന്ന് പറയാൻ ഡ്യൂറിങ് ദ ഡേ. ഡു യു ടേക്ക് നാപ്സ് ഡ്യൂറിങ് ദ ഡേ എന്ന് പറഞ്ഞാൽ നീ പകൽ സമയത്ത് ഉറങ്ങാറുണ്ടോ എന്നാണ് മീനിങ്. ഡു യു ടേക്ക് നാപ്സ് ഡ്യൂറിങ് ദ ഡേ. ഇനി അടുത്തത്, എനിക്ക് എൻ്റെ മകളെ ഒരുപാട് സമയം തനിച്ചാക്കി പോകാൻ കഴിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ കാൺ ലീവ് മൈ ഡോട്ടർ എലോൺ ഫോർ ടു ലോങ്. ഐ കാൺ ലീവ് മൈ ഡോട്ടർ എലോൺ ഫോർ ടു ലോങ്. ഫോർ ടു ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എന്നുള്ള മീനിങ് ആണ്. ഐ കാൺ ലീവ് മൈ ഡോട്ടർ എലോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകളെ ഒറ്റയ്ക്കാക്കി പോകാൻ എന്നുള്ള മീനിങ് ആണ്. ഐ കാൺ ലീവ് മൈ ഡോട്ടർ എലോൺ ഫോർ ടു ലോങ്. ഇനി അടുത്തത്, ഈ പഴയ കത്രിക വെച്ച് നന്നായിട്ട് മുറിയുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ദീസ് ഓൾഡ് സിസേഴ്സ് ഡോണ്ട് കട്ട് വെരി വെൽ. ദീസ് ഓൾഡ് സിസേഴ്സ് ഡോണ്ട് കട്ട് വെരി വെൽ. ദീസ് ഓൾഡ് സിസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പഴയ കത്രിക എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് കട്ട് വെരി വെൽ എന്ന് പറഞ്ഞാൽ അത് വെച്ച് നന്നായിട്ട് മുറിയുന്നില്ല എന്നുള്ള മീനിങ് ആണ്. വെരി വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട്. ഇനി അടുത്തത്, എങ്ങനെ ഇതെല്ലാം തുടങ്ങി എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഡിഡ് ദിസ് ഓൾ ബിഗിൻ. ഹൗ ഡിഡ് ദിസ് ഓൾ ബിഗിൻ. ബിഗിൻ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, തുടങ്ങുക എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഡിഡ് ദിസ് ഓൾ ബിഗിൻ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇതെല്ലാം ആരംഭിച്ചു അല്ലെങ്കിൽ തുടങ്ങി എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, എത്ര ഇടവിട്ട് നിങ്ങൾ മുടി വെട്ടിക്കുന്നു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര ഇടവിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ഓഫൺ എന്ന് ചോദിക്കാം. ഹൗ ഓഫൺ ഡു യു ഹാവ് യുവർ ഹെയർ കട്ട്. ഹൗ ഓഫൺ ഡു യു ഹാവ് യുവർ ഹെയർ കട്ട്. അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു യു ഗെറ്റ് യുവർ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഇടവിട്ട് നിങ്ങൾ മുടി വെട്ടിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.